hallelujah, hallelujah, hallelujah. La 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 la, la 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 la, la 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 la, la 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 la, la la la. രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം. വിടുതല ജീവനായി രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമ്മുടെ മിഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഏപ്രിൽ മെയ് മാസം. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും. കാരണമുണ്ട്. മിഷന്റെ ഒരു പ്രധാന പ്രസിദ്ധീകരണമാണ് ഗോസ്പൽ മെസഞ്ചർ എന്ന് പറയുന്ന മാഗസിൻ. അതിൻ്റെ ഒരു പ്രചരണ മാസവും കൂടിയാണ് ഏപ്രിൽ മെയ് എന്ന് പറയുന്ന 2 മാസം. ഈ മാസത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ 2 മാസങ്ങൾക്കുള്ളിലായി ഈ മാഗസിൻ, ഈ ഒരു കുടുംബ മാസിക നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് വരുത്തുവാനുള്ള വളരെ സൗകര്യപ്രദമായ ഒരു സമയവും കൂടിയാണ് ഈ മാസങ്ങൾ. നിങ്ങളുടെ പൂർണ്ണമായ പേരും അഡ്രസ്സും പിൻകോഡ് സഹിതം ഈ സ്ക്രീനിന്റെ മുകളിൽ കാണുന്ന പ്രയർ ലൈനിന്റെ നമ്പറിലോ ഓഫീസ് നമ്പറിലോ നിങ്ങൾ SMS അയക്കുക. അതല്ലെങ്കിൽ ഇമെയിൽ വഴിയായി നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലെ നമ്പറിലേക്ക് വിളിച്ച് പറയുക. ആ കാര്യത്തിനു വേണ്ടി ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വ്യക്തിപരമായ നമ്പർ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് കൃത്യമായി നടക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്ത് അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിക്കുകയും നിങ്ങളുടെ ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് എളുപ്പമായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുന്നു. 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ മാഗസിൻ സൗജന്യമായി അയച്ചു തരുന്നതാണ്. ഈ 2 മാസത്തിനുള്ളിൽ ആ മാസികയ്ക്കുള്ള അഡ്രസ് അയക്കുന്നവർക്ക് നമ്മളത് സൗജന്യമായി അയക്കും. തുടർന്ന് അത് ലഭിക്കണമെങ്കിൽ നിങ്ങളതിൻ്റെ വരിക്കാരായി ചേരേണ്ടി വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ, ഈ പ്രിയ പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഈ ഒരു മാഗസിൻ വരണം, എത്തിക്കണം എന്ന് ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. അതോടുകൂടി നമ്മൾ തമ്മിൽ കൂടുതലായിട്ട് അടുക്കും. എന്താണ് ഈ വേല, ഈ വേലയിൽ നിങ്ങൾക്കെങ്ങനെ പങ്കാളിയാകാം, ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു മാഗസിൻ വരുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ ഇത് അയച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെയും കൂടി അഡ്രസ് നിങ്ങൾക്കിപ്പോൾ അയച്ചു തരാവുന്നതാണ് എന്ന് നിങ്ങളെ വളരെ വിനയത്തോടെ അറിയിക്കുന്നു. 1-ലധികം കോപ്പികൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞ് ആ നമ്പേഴ്സ് കുറയ്ക്കുന്നതും വളരെ സന്തോഷകരമായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ
ക്രേത്തയിലെ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ പൗലോസ് ആക്കിയിട്ട് പോയ തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനത്തിലെ ചില ചിന്തകളായിരുന്നു പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് പൗലോസ് തീത്തോസിനെ ഏൽപ്പിച്ച ഒരു കാര്യം എന്ത്? വചനം പ്രസംഗിക്കുക. ഇന്ന് രണ്ടാമത്തെ വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് യോഗ്യരായ മൂപ്പന്മാരെ, ലീഡേഴ്സിനെ നിയോഗിക്കുക എന്നുള്ളതാണ് തീത്തോസിൽ നിക്ഷിപ്തമായ രണ്ടാമത്തെ കാര്യം. യോഗ്യന്മാരായ സഭാ മൂപ്പന്മാരെ നിയോഗിക്കുക. അതിൻ്റെ താഴെ പരിഗണിക്കേണ്ട 9 കാര്യങ്ങൾ വിശുദ്ധ പൗലോസ് തീത്തോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയുള്ള ഒരാളായിരിക്കണം സഭയുടെ മൂപ്പനായി വരേണ്ടത്? ഈ ഭാഗം വളരെ കൃത്യതയോടെ നമ്മൾ പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാകുന്നു. 5-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയുമാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്. സഭയുടെ മൂപ്പനായി നിയോഗിക്കപ്പെടുന്ന വ്യക്തിക്കുള്ള യോഗ്യതകൾ എന്ത് എന്ന് തീത്തോസിനെ പൗലോസ് എഴുതി രേഖാമൂലം അറിയിക്കുകയാണ്. ഒരു പരിധി വരെ അതിനകത്ത് ഏറെ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും വിമർശിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല ഞാൻ ഈ ഭാഗം നിങ്ങളുമായി ദൈവനാമത്തിൽ പങ്കുവയ്ക്കുന്നത്. സവിനയം നിങ്ങൾ ശ്രദ്ധിക്കുക. കേവലം അവരെ മാത്രം എന്നുദ്ദേശിക്കണ്ട. നമ്മളെല്ലാവരും ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്കൊരുമിച്ച് അത് ചിന്തിക്കാം. യോഗ്യരായ മൂപ്പന്മാരെ പരിഗണിക്കണം. അതിൽ ഒന്നാമത്തെ വിഷയം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന്. ചില കാര്യങ്ങളെ ക്രമത്തിലാക്കാൻ പറ്റുന്ന, ക്രമീകരിക്കാൻ പറ്റുന്ന, ഡിസോർഡറായി കിടക്കുന്ന ചില കാര്യങ്ങളെ ഓർഡറാക്കാൻ പറ്റുന്ന അതിനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള പക്വതയും അതിനുള്ള ആത്മീയ ബോധ്യവും ഉള്ള ഒരാളായിരിക്കണം മൂപ്പൻ എന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല, മറിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരു ഹോബിയായി കാണുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരു യോഗ്യതയായി കാണുന്ന, മഹത്വമായി കാണുന്ന ഒരാളായിരിക്കണം സഭയുടെ മൂപ്പൻ. മല പോലെ വരുന്ന പ്രശ്നങ്ങൾ ഒരു സഭയുടെ നായകനായിട്ടുള്ള ഒരാള് അത് അദ്ദേഹത്തിന്റെ മുൻപിൽ ആ പ്രശ്നം വരുമ്പോൾ പരിഹരിക്കാൻ സാമർഥ്യമുള്ളവനായിരിക്കണം. അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം, അതിനുള്ള കർക്കശത ഉണ്ടായിരിക്കണം, നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കണം. അവിടെ പറയുകയാണ്, അങ്ങനെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. എന്തിനാണ് മൂപ്പന്മാരെ ആക്കി വെക്കുന്നത്? ഡിസോർഡറായ കാര്യങ്ങൾ, ക്രമരഹിതമായ കാര്യങ്ങൾ ക്രമപ്പെടുത്താനാണ്, ചില ക്രമീകരണങ്ങൾ ചെയ്യാനാണ്. ഒരു സഭയുടെ അധ്യക്ഷന്റെ ചുമതല നിഷ്പക്ഷമായി സഭയെ ശരിയായി നയിക്കുക, സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നയിക്കുക. അതിൻ്റെ യോഗ്യതകൾ താഴെ പറയുന്നത് നമുക്ക് അല്പാൽപമായി ചിന്തിച്ച് കടന്നു പോകാമല്ലോ. ഇങ്ങനെ പറയുന്നു, മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കൾ ഉള്ളവനായിരിക്കണം. 3 കാര്യം ഒരുമിച്ച് പറയുകയാണ്. ഒന്ന്, സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ആള് കുറ്റമില്ലാത്തവനായിരിക്കണം. ജന്മഭാവമില്ലാത്ത ആളായിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു തെറ്റും ചെയ്യാത്തവനായിരിക്കണം എന്നല്ല. പാപങ്ങൾ കഴുകപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട
രക്ഷിക്കപ്പെട്ട പാപക്ഷമ അനുഭവിക്കുന്ന ഒരാളായിരിക്കണം. 2, ഭാര്യയുള്ളവനായിരിക്കണം. ഏക ഭാര്യയുള്ളവനായിരിക്കണം. അതവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുള്ളവനായിരിക്കണം എന്നല്ല, മറിച്ച് ഏക ഭാര്യത്വം അതൊരു മാന്യതയുടെ ലക്ഷണമാണ്. അതൊരു മഹത്വമാണ്. കാരണം ആ കാലത്ത് ചുറ്റുപാട് ബഹുഭാര്യാത്വം ഉണ്ട്. അങ്ങനെ ആകാമായിരുന്നു. എന്നാൽ പ്രത്യക്ഷ നവീന സ്ഥാപനമായ ക്രിസ്തീയ സഭയിൽ നേതൃത്വം കൊടുക്കുന്നയാൾ ഏക ഭാര്യയുള്ളവനായിരിക്കണം. 3, അവരുടെ മക്കൾ വിശ്വാസികളായിരിക്കണം, രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണം കെട്ടവരോ ആകരുത്. സഭയുടെ മൂപ്പനായിട്ടുള്ള ആളുടെ മക്കൾ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുടെ യോഗ്യതയ്ക്കനുസരിച്ച മക്കളായിരിക്കണം അവന്റെ മക്കൾ. ബാല്യം മുതൽ ആ ലെവലിൽ വളർന്നു വരേണ്ടതാണ്. ഈ 3 കാര്യങ്ങളിൽ അപ്പോസ്തലൻ തന്നെ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കുക, ഭാര്യയുണ്ടാകുക എന്നുള്ളത്, ഭാര്യയായിരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല, അത് വരമനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിന് വരമുള്ളവൻ മാത്രമേ എന്ത് ചെയ്യാവൂ? വിവാഹം കഴിക്കാവൂ. വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെയും, കഴിച്ചവൻ കഴിക്കാത്തവനെയും, കഴിക്കാത്തവൻ വിവാഹം കഴിച്ചവനെയും വിധിക്കാൻ പോകണ്ട, വിധിക്കണ്ട, വിധിക്കണ്ട. ഏക ഭാര്യയോടുകൂടെ സഭയെ നയിക്കുന്നവൻ, വിവാഹം കഴിക്കാതെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ വിധിക്കണ്ട. വിവാഹം കഴിക്കാതെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, വിവാഹിതരായി സഭയെ നയിക്കുന്നവരെ വിധിക്കാൻ പോകണ്ട. അത് ദൈവം കൊടുത്ത വരദാനങ്ങൾക്കനുസരിച്ചിരിക്കട്ടെ എന്ന് അല്ല പൗലോസ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ പേരിൽ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അവരവർക്ക് ദൈവം കൊടുത്ത വരം പോലെ ഇരിക്കട്ടെ. വിവാഹിതനാണെങ്കിൽ അവൻ ഏക ഭാര്യയായിരിക്കണം. ഭാര്യയും കുടുംബമുള്ളവനാണെങ്കിൽ അവന്റെ മക്കൾ പപ്പയുടെ വഴിയിൽ നടക്കുന്നവനായിരിക്കണം, സഭാധ്യക്ഷന്റെ വഴിയിൽ നടക്കുന്നവനായിരിക്കണം. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ അവരുടെ മക്കളിൽ ഒരാളെയെങ്കിലും തന്റെ പിൻഗാമിയായി പിറകിൽ കാണണം. അതിലിന്ന് പലരും, കർത്താവിന്റെ വേല ചെയ്യുന്ന വേലക്കാർ പലരും അവരുടെ മക്കളെ, നിങ്ങൾ എന്നോട് എന്തു പറയും എനിക്കറിയില്ല, വേല ചെയ്യുന്നവർ പലരും അവരുടെ മക്കളെ വേറെ ചില മേഖലകളിലൂടെ വിടുകയാണ്. പലരും ചില പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിടും. മറ്റൊരു വ്യക്തിക്കെങ്കിലും പ്രയോജനമുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ സന്ദർഭവശാൽ ഒരു കാര്യം പറയട്ടെ. +2 കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊള്ളാവുന്ന ഒരു കോഴ്സിനെ നിങ്ങളുടെ മക്കളെ വിടാവൂ. എൻ്റെ അടുക്കൽ ഒരു കുഞ്ഞിനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പഠിപ്പിക്കുന്നതിന് വേണ്ടി വിടുന്ന കാര്യം ആലോചിച്ചു. നിങ്ങൾ എന്നെ വിമർശിക്കുമോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുക, ഒരു കർത്താവിന്റെ ദാസനാണത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത, തങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് അനേകായിരങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ജന്മം കൊടുത്ത് നിങ്ങളുടെ മകനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കിയാൽ ഏത് ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയും? ഒരു സിസ്റ്റത്തിന്റെ മുൻപിൽ 12 മണിക്കൂർ 24 മണിക്കൂറും ഇരിപ്പ് ആരെ നേടാൻ കഴിയും? ഒരു കോൺക്രീറ്റ് പാളിക്കകത്ത്
ആ ജീവിതം അങ്ങ് ഒതുങ്ങിപ്പോകില്ലേ? എത്രയോ നല്ല കോഴ്സുകളുണ്ട് പരിചരിക്കാൻ പറ്റിയത്, നമ്മുടെ വാക്കുകളാൽ ആശ്വസിപ്പിക്കാൻ പറ്റിയത്, മറ്റുള്ളവർക്ക് ഗുണകരമായത്, ഒരാളുടെ മുറിവെങ്കിലും തണുപ്പിക്കാൻ പറ്റിയത്. എൻ്റെ മക്കൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാകണം. പില്ലറിന്റെ അളവ് നോക്കിക്കൊണ്ട് നടന്നാൽ എന്ത് പ്രയോജനം? മുറിയുടെ കണക്കും കുണുക്കും കൊണ്ട് നടന്നാൽ എന്ത് കാര്യം? സ്നേഹിത, താങ്കൾ ഒരു സുവിശേഷകനാണെങ്കിൽ, എൻ്റെ നേരെ നോക്കാമോ? താങ്കൾ ഒരു സുവിശേഷകനാണെങ്കിൽ, താങ്കൾ ജന്മം കൊടുത്ത മക്കൾ കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഭൃത്യനായി തീരാൻ യോജിക്കും വിധത്തിലുള്ള ഒരു കോഴ്സ് അന്വേഷിച്ചു പോകണം. ഞാനൊരു സുവിശേഷകന്റെ കൂടെ പേരും നാടും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഒരുപക്ഷെ സ്ക്രീനിന്റെ മുമ്പിൽ കാണും. ഞങ്ങൾ ഒരുമിച്ച് അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാട് വരെ ഒരുമിച്ച് യാത്ര ചെയ്തു. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. 3 മക്കളും ഒരാൾ എഞ്ചിനീയറായി പഠിക്കാനായിട്ട് പോയി, 5th ഇയർ ആണ്, ഫൈനൽ ഇയർ ആണ്. രണ്ടാമത്തെ ആള് അതുപോലെ തന്നെ വേറൊരു കോഴ്സിന് പോയി. ഒരാള് നമുക്കറിയാം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് പോയി. അപ്പൊ ഞാൻ ന്യായമായും അദ്ദേഹത്തിനോട് വെറുതെ ചോദിച്ചു, സഹോദരൻ കർത്താവിന്റെ വേലയിൽ സംതൃപ്തനല്ല ഇല്ലേ എന്ന് ചോദിച്ചു. അതെന്താ സാർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ പറഞ്ഞു, കാരണമുണ്ട്. താങ്കൾ ഇത്രയും കാലം കർത്താവിന്റെ വേല ചെയ്തിട്ട്, താങ്കൾക്ക് 3 ആൺമക്കളെ ദൈവം തമ്പുരാൻ തന്നിട്ട്, ഒരു കുഞ്ഞിനെയെങ്കിലും താങ്കളുടെ കാലശേഷം താങ്കൾ ചുമക്കുന്ന വേദപുസ്തകം ചുമക്കുന്ന ഒരു ശുശ്രൂഷകനാക്കി തീർക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് താങ്കൾക്കോ അബദ്ധം പറ്റി, എന്റെ മക്കൾക്കെങ്കിലും അബദ്ധം പറ്റരുത് എന്ന് ചിന്തിച്ചോ എന്ന് എനിക്ക് ഒരു സംശയം വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണേ എന്ന് ഞാൻ വിനയത്തോടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കർത്താവിന്റെ വേലക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, സഭാ ശുശ്രൂഷകർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ ജന്മം കൊടുത്ത മക്കൾ, അവരുടെ ജീവിതം, അവരുടെ ഭാവി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കണം. അത് നിങ്ങൾ ഉറപ്പാക്കണം. ഏത് കോഴ്സിന് നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഗർഭം ധരിച്ച് പ്രസവിച്ച നിങ്ങളുടെ മക്കളെ ഏത് കോഴ്സിന് പറഞ്ഞയച്ചാലും എൻ്റെ മോൻ, എൻ്റെ മോൾ നിമിത്തമായി ചില ആത്മാക്കളോട് ദൈവസ്നേഹത്തെ കൈമാറാൻ പോന്ന ഉതകുന്നതായിരിക്കണം. അതിന് ഏറ്റവും കൂടുതൽ കൈക്കൂലി കിട്ടുന്ന കോഴ്സ് അന്വേഷിക്കും. ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന കോഴ്സ് അന്വേഷിക്കും. എല്ലാവരും മക്കളെ പ്രഭുക്കന്മാരാക്കാനുള്ള ബദ്ധപ്പാടിലാണ്. ശ്രദ്ധിച്ചേ, ഇതുപോലെ നാണം കെട്ട കാര്യമുണ്ടോ? അങ്ങനെ പ്രഭുക്കന്മാരാക്കിയ മക്കളൊക്കെ ഇന്ന് എവിടെയാ? അവർക്കിന്ന് നിങ്ങളെ വേണ്ട. ഒരു പ്രഭുക്കന്മാരാക്കാനല്ല, അവരൊക്കെ കർത്താവിനെ അനുസരിക്കുന്ന, ഇവിടെ ആ വാക്കിൽ ഒന്നും കളയാനില്ല. അവരെങ്ങനെയായിരിക്കണം? അനുസരണക്കേടില്ലാത്തവരായിരിക്കണം, ദുർനടപ്പിന്റെ ശ്രുതിയില്ലാത്തവരായിരിക്കണം, രക്ഷിക്കപ്പെട്ട മക്കളായിരിക്കണം. സുവിശേഷ വേലക്കാരന്റെ മക്കൾ ദൈവകൃപയുള്ള മക്കളായിരിക്കണം, ദൈവവചനം അനുസരിക്കുന്ന മക്കളായിരിക്കണം, ദൈവഹിതം അംഗീകരിക്കുന്ന മക്കളായിരിക്കണം. നിങ്ങൾ സഭയുടെ മൂപ്പനെന്നും പറഞ്ഞ് അത് കനം കുറയ്ക്കണ്ട. ഞാൻ മൂപ്പനല്ലോ എന്ന് എന്നോട് മറുപടിയും പറയണ്ട. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഏതൊരു ഭൃത്യനും അവൻ്റെ മക്കളെ ആ രീതിയിൽ വളർത്തി അവരെല്ലാവരും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായി തീരട്ടെ. ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ മക്കളോടും പറയും, പപ്പ ഒരു പൊതുസ്വത്താണ്, ഞാനൊരു പൊതുസ്വത്താണ്. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമായി ഞാൻ ഈ ആയിരിക്കണമെന്ന് ആര് ചിന്തിച്ചാലും നടക്കുന്ന കാര്യമല്ല. ഞാനൊരു പൊതുസ്വത്താണ്. എന്നെ വിളിക്കുന്നവർ, എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ, എൻ്റെ വാക്കുകൾ ആഗ്രഹിക്കുന്നവർ, എൻ്റെ പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നവർ, എൻ്റെ ആശ്വാസവാക്കുകൾ പ്രതീക്ഷിക്കുന്നവർ, അതുപോലൊരു ജീവിതമായി എൻ്റെ മക്കളുടെ ജീവിതവുമായി തീരണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ യൗവനത്തിലെ മക്കളെ അതിനുവേണ്ടി പണിതുകൊണ്ടുവരണം.
അതിനുവേണ്ടി പണിതുകൊണ്ടുവരണം. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ച സമയത്ത് അവന്റെ ഗ്രഹവിചാരകത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഗ്രഹവിചാരകൻ സൂക്ഷിപ്പുകാരനാണ്, സഭയെ സൂക്ഷിക്കുന്നവനാണ്, കൂട്ടായ്മയെ സൂക്ഷിക്കുന്നവനാണ്, കൂടിവരവുകളെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നവനാണ്. അവനാണ് ഗ്രഹവിചാരകൻ. അത് ദൈവം തരുന്ന, ദൈവം വിളിച്ച് പാപമോചനം കൊടുത്ത് വേലയ്ക്കാക്കി വേലയിൽ വളർത്തി അവൻ നിയോഗിക്കുന്ന ഒരു പ്രത്യേക പൊസിഷനാണ്, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനമാണ് ഗ്രഹവിചാരകത്വം എന്നുള്ളത്. സഭയാകുന്ന തോട്ടത്തെ ശരിയാവണ്ണം നടത്താൻ പോന്ന സൂക്ഷിപ്പുകാരൻ, തോട്ടം സൂക്ഷിക്കുന്നവൻ, തോട്ടത്തിൽ ശത്രുക്കൾ വരാതെ, തോട്ടത്തിലുള്ളത് നഷ്ടപ്പെടാതെ തോട്ടത്തെ കാവൽ ചെയ്യുന്ന സൂക്ഷിപ്പുകാരൻ, ഭവനത്തിലുള്ളത് നഷ്ടപ്പെടാതെ ഭവനത്തെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണം ഭവനത്തെ സൂക്ഷിക്കുന്നവൻ, സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ, അതല്ലെങ്കിൽ സഭയുടെ, അതല്ലെങ്കിൽ കൂട്ടായ്മയുടെ, അതല്ലെങ്കിൽ വീടിൻ്റെ ഉത്തരവാദിത്വമുള്ള ആൾ എന്നുള്ള നിലയിലാണ് ഇവിടെ അത് പറയുന്നത്. ദൈവകൃപയുള്ളവൻ, ഗ്രഹവിചാരകൻ എന്നുള്ള പ്രയോഗം അതുകൊണ്ടാണ് ഇവിടെ വളരെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. 1:7 വാക്യത്തിൻ്റെ ബാക്കി ഭാഗം കൂടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഏറെ നിന്ന് ചിന്തിച്ചു, ഇത് ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? സഭയിലുള്ളവരെ കുറിച്ചാണ്, രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചാണ്, സഭയുടെ അംഗത്വമുള്ളവരെ കുറിച്ചാണ്. അവരെയാണല്ലോ മൂപ്പന്മാരായിട്ട് നിയോഗിക്കുന്നത്. അപ്പൊ അവരെല്ലാം അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നർത്ഥം. തന്നിഷ്ടക്കാർ രംഗത്ത് വരാം, സ്വന്തം ഇഷ്ടം സിന്ദാബാദ്. നല്ലൊരു മുദ്രാവാക്യം, നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ? തൻകാര്യം മാത്രം. ഒരു കർത്താവിന്റെ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ സ്വന്തം കാര്യം നോക്കാൻ പറ്റുള്ളൂ. അത് ജീവിതത്തിന്റെ ശൈലിയായി സ്വീകരിക്കണം. ഞാൻ ഈ നാളിൽ കണ്ട ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിന്റെ വേലയുടെ മുഖത്ത് നിൽക്കുന്നവർക്ക് അവരുടെ മക്കളെ കുറിച്ചുള്ള ടെൻഷൻ, പരീക്ഷയെന്ന് വരുമ്പോഴേക്കും എന്തൊരു ഭാരം, എവിടെ വിടണം, എന്ത് പഠിപ്പിക്കണം, ഏത് ട്യൂഷൻ കൊടുക്കണം, പരീക്ഷയ്ക്ക് ശുശ്രൂഷ നിർത്തും, കൂട്ടായ്മയ്ക്ക് പോക്ക് നിർത്തും, പ്രസംഗവും നിർത്തും, പരീക്ഷയ്ക്ക് മക്കൾക്ക് കൂട്ടിരുന്ന് അവരെ പഠിപ്പിക്കലാണ് പണി. ഇത് എന്തൊരു കാര്യം! പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ വേല സത്യസന്ധമായി ചെയ്യുന്നെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കർത്താവ് വിജിലൻ്റാണ്. അത് വിശ്വസിക്കുന്നവനാണ് സുവിശേഷകൻ, അത് വിശ്വസിക്കുന്നവനാണ് സഭയുടെ മൂപ്പൻ. ഞായറാഴ്ചത്തെ ആരാധന 120 മൈൽ സ്പീഡിൽ തീർത്തിട്ട് പരീക്ഷാകാലത്ത് വീട്ടിലേക്ക് ഓടുകയാണ്. എന്തേ കാര്യം? നിർലജ്ജം പറയും, കൊച്ചിന് പരീക്ഷ, അത് കാരണം കൊണ്ട് ഞാൻ അല്പം നേരത്തെ നിർത്തി അങ്ങ് പോവുക. പറയാൻ യാതൊരു ലജ്ജയുമില്ല. അവിടെ നിന്ന് സംസാരിക്കുന്ന 1-2 മണിക്കൂർ അതങ്ങ് വേഗത്തിലാക്കി പറക്കുകയാ. കാരണം എൻ്റെ കൊച്ചിൻ്റെ ബോർഡ് എക്സാമാണ്. അല്ല സ്നേഹിത, വിയോജിപ്പുള്ളവർ ഒരുപക്ഷെ സ്ക്രീനിൽ കാണും, സ്ക്രീനിൻ്റെ അപ്പുറത്തിരിപ്പുണ്ടാകും. നിങ്ങൾക്ക് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും ഞാനിത് വിളിച്ചു പറയും. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യമല്ല വലുത്, മറ്റുള്ളവരുടെ മക്കളുടെ കാര്യമാണ് വലുത്. മറ്റുള്ളവരുടെ സഭയിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന അവരുടെ വീടുകളിൽ പോയി ആ മക്കളെ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്നവനാണ് സഭാ ശുശ്രൂഷകൻ. അതിനു പകരം സഭയിലെ ശുശ്രൂഷകൾ സാധാരണയേക്കാൾ 1 മണിക്കൂറോ അരമണിക്കൂറോ നേരത്തെ ഓടിച്ചങ്ങ് തീർത്തിട്ട്
കുറെ ഭാഗങ്ങളങ്ങ് ഒഴിവാക്കി തീർത്തിട്ട് വേഗം വണ്ടിയെടുത്ത് ഓടിച്ച് വീട്ടിൽ ചെന്ന് മക്കളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സഭാ ദൗത്യം ദൈവസന്നിധിയിൽ നല്ലതല്ല, ജനത്തിൻ്റെ ഇടയിൽ വിമർശിക്കപ്പെടുന്നു. നമ്മൾ തന്നിഷ്ടക്കാരാകരുത്. ഞാനങ്ങനെ ചെയ്യും, ആരാ ചോദിക്കാൻ? അതാ തന്നിഷ്ടം. അങ്ങനെയാകരുത്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്തോ അതനുസരിച്ച് ചെയ്യണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. ഒരു നല്ല കർത്താവിൻ്റെ വേലക്കാരനായി തീരാൻ തീത്തോസിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് പൗലോസെങ്കിൽ അത് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുകയാണ്. കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുകയല്ല വേണ്ടത്, കേൾക്കുമ്പോൾ തിരുത്തേണ്ടത് തിരുത്തണം. എൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ദൈവാത്മാവ് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ സന്ദേശം അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ നീ സഹായിക്കണമേ. നിന്റെ മുൻപിൽ തലകുനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ആത്മാവിൻ്റെ ആലോചനയാൽ നടത്തണം. സത്യസുവിശേഷത്തിൻ്റെ മാർഗത്തിലൂടെ നീ നയിക്കണമേ. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഉത്തർപ്രദേശിലെ കാൺപൂർ കേന്ദ്രമായി നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. യാദവരും സാമർ ജാതികളും ആയിട്ടുള്ള ഈ സമൂഹം ദൈവവചനം വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഇവർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഇവരുടെ കൊച്ചു വീടുകളിൽ സ്ഥലമില്ലാത്തതിനാൽ ഇവർക്ക് വേണ്ടി ആരാധനാലയവും സ്ഥലവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മിഷണറി ധീരജൻ ലിമ കുടുംബമായി ഈ ഖത്തർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.